ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നറിന് കഴിക്കാനായിട്ട് പൊറോട്ടയും സോസേജ് റോസ്റ്റാണ് കേട്ടോ. ഇന്ന് ഞാനല്ല കേട്ടോ കുക്കിങ്, എൻ്റെ പുന്നാര ആങ്ങളുടെ വകയായിട്ട് ഇന്ന് സോസേജ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോയതാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു വേണ്ട, ഞാനിന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനങ്ങ് കിച്ചണിൽ കയറി. എന്നാൽ പിന്നെ ഞാനതങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ അതിന് വേണ്ടിയുള്ള സവാളയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതിൽ ചേർക്കുന്നുണ്ട്. ഇഞ്ചി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു തക്കാളിയും കൂടെ വേണം. അപ്പോൾ അവൻ ആ തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്ത് എടുക്കാണ്ട് നമുക്ക് റോസ്റ്റ് ആക്കാം. പക്ഷേ ഇവിടെ അച്ചാച്ചൻ അങ്ങനെ കഴിക്കില്ല. അച്ചാച്ചന് ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഞാനാണെങ്കിൽ ഇതിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അവനിതിലിപ്പോൾ മസാല ഒന്നും ചേർത്തിട്ടില്ല, അല്ലാണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഫ്രൈ ചെയ്തതെല്ലാം നമുക്കൊന്ന് കോരി മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാളയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞപ്പൊടിയും ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒരുപാട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ റോസ്റ്റ് ആയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത്, എന്നാലും വെള്ളം കൂടുതലായിട്ട് തോന്നിയാൽ നമുക്കത് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ പുന്നാര ആങ്ങള ഉണ്ടാക്കിയ സോസേജ് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്നത് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവനിത് കുക്ക് ചെയ്യാൻ കയറിയപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് ഇത്രയ്ക്ക് അടിപൊളിയായിരിക്കുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.